പറയുന്നത് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നറിയാനുള്ള തീരുമാനമുണ്ടാകില്ല, തീരുമാനത്തിന് സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ഡൽഹിയിൽ നിന്ന് വരുന്ന വിവരം. കാരണം മല്ലികാർജുൻ ഖാർഗെ, അതായത് കോൺഗ്രസിന്റെ ACC അധ്യക്ഷൻ, അദ്ദേഹം ഇപ്പോൾ കർണാടകയിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നാടാണ് കർണാടക, അവിടേക്ക് പോയിരിക്കുകയാണ്. നാളെ മാത്രമേ ഡൽഹിയിലേക്ക് മടങ്ങി വരികയുള്ളൂ. അപ്പോൾ ഹൈക്കമാൻഡ് ചേരണം, അതിനുശേഷമായിരിക്കും ആ തീരുമാനത്തിലേക്ക് എത്തുക. രാഹുൽ ഗാന്ധിയും ചെന്നൈയിലാണ്, പക്ഷേ രാഹുൽ 4 മണിയോടുകൂടി മടങ്ങി ഡൽഹിയിലേക്ക് എത്തും. ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കിപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബാലു, ഇന്ന് മഴ പെയ്യില്ല. ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത ഇപ്പോൾ വളരെ 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 കുറഞ്ഞു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഇന്ന് വൈകിട്ട് ഒരു കൂടിക്കാഴ്ച ഈ കേരളത്തിലെ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒരു കൂടിയാലോചനകൾക്ക് തീരുമാനിച്ചിരുന്നു. പക്ഷേ വളരെ അതായത് കർണാടകത്തിലെ മന്ത്രിയായിരുന്ന D. സുധാകരൻ്റെ മരണത്തെ തുടർന്ന് അതിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി മല്ലികാർജുന ഖാർഗെ അല്പസമയം മുമ്പ് ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ബംഗളൂരുവിലെത്തും. തുടർന്ന് ഇന്ന് ഈ ബംഗളൂരുവിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന് മല്ലികാർജുന ഖാർഗെ ഡൽഹിയിലേക്ക് മടങ്ങി വരില്ല എന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഇന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്ന രാഹുൽ ഗാന്ധി മല്ലികാർജുന ഖാർഗെ കൂടിക്കാഴ്ച ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല എന്ന് വേണം കരുതേണ്ടത്. കാരണം ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ള കൂടിയാലോചന നടത്താൻ വേണ്ടി ഇന്നലെ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്നായിരുന്നു മല്ലികാർജുന ഖാർഗെയുടെ ബംഗളൂരു സന്ദർശനത്തിലുള്ള ഈ തീരുമാനം ഇപ്പോൾ ഉണ്ടായത്. കാരണം ഈ കോൺഗ്രസിൻ്റെ കർണാടകത്തിലെ വളരെ പ്രധാനപ്പെട്ട പ്രമുഖനായ നേതാവ് കൂടിയായിരുന്നു ഈ അന്തരിച്ച മന്ത്രിയായ D. സുധാകർ. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഖാർഗെ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഖാർഗെ അല്പസമയം മുമ്പ് ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് യാത്ര തിരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ ആരോഗ്യസ്ഥിതിയൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഇന്ന് തിരികെ വരാനുള്ള സാധ്യതയില്ല എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് വൈകിട്ട് 5 മണിയോടുകൂടി ഈ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ എത്തിയതിനു ശേഷം ഈ മല്ലികാർജുന ഖാർഗെയും അതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഒരു കൂടിയാലോചനകൾ നടക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നായിരുന്നു. പക്ഷേ ഇന്ന് ആ കൂടിയാലോചനകൾക്കുള്ള സാധ്യത ഇതോടുകൂടി മങ്ങിയിരിക്കുകയാണ്. ഏതായാലും നാളെ മല്ലികാർജുന ഖാർഗെ ഡൽഹിയിൽ എത്തിയതിനു ശേഷം മാത്രമേ ഇനി ആ കൂടിയാലോചനകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ നമുക്ക് ഇല്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല, അതായത് പ്രഖ്യാപനം ഇല്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ ഖാർഗെ ഉണ്ടായിരുന്നു, രാഹുൽ ഉണ്ടായിരുന്നു, കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറം സോണിയാഗാന്ധി ഈ ചർച്ചകളുടെ ഭാഗമായിരുന്നു. ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ സോണിയ കൂടി അതിന്റെ ഭാഗമല്ലേ? ഒരു പക്ഷേ ഇനി തീരുമാനങ്ങൾ ബാക്കിയുള്ള നേതാക്കൾ കഴിഞ്ഞു, ഇനി സോണിയാഗാന്ധിയുടെ കോർട്ടിലേക്ക് കാര്യങ്ങൾ പോയോ? സോണിയാഗാന്ധിയുടെ കോർട്ടിലേക്ക് പോകുന്ന, അതായത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമുക്കറിയാം ഈ മല്ലികാർജുന ഖാർഗെ, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി ഈ നേതാക്കൾ ഒന്നിച്ചിരുന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല കേരളത്തിൽ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ നിലവിൽ ഈ സീറ്റുകൾ നൽകുന്ന, കോൺഗ്രസിന് സീറ്റുകൾ നൽകുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ എടുക്കുന്ന എന്ത് തീരുമാനവും കോൺഗ്രസിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് സോണിയാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ഒരു കൂടിയാലോചനകൾ നടത്താമെന്ന തരത്തിൽ അല്ലെങ്കിൽ നടത്തി തീരുമാനമെടുക്കാമെന്ന് ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.